ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ ഫോണിലാണ് ഫോട്ടോ എടുക്കാറുള്ളത്. മോട്ടോർ വെഹിക്കിൾ റൂൾസ് സെക്ഷൻ 167A പ്രകാരം ANPR ക്യാമറാസ്, ഡാഷ് ക്യാം, CCTV, സ്പീഡ് ഗൺസ് പോലുള്ള സർട്ടിഫൈഡ് ക്യാമറാസിൽ മാത്രമേ ഈ ഒഫൻസസ് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു MVD ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ ഫോൺ റൂൾ നമ്പർ 167 ഇൻക്ലൂഡ് ആയിട്ടില്ല. എടുക്കുന്ന ഫോട്ടോസിൽ ടൈം മാത്രമേ ഉള്ളൂ, GPS കോർഡിനേറ്റ്സ് ഇല്ല. 167A സബ് ക്ലോസ് 6. ഓരോ വർഷവും ഈ ഇലക്ട്രോണിക് ഡിവൈസസ് സ്റ്റേറ്റ് അപ്രൂവ് ചെയ്യണം. ഈ പ്രൈവറ്റ് ഫോണിൽ ഇത് ഇതുവരെ നടപ്പാക്കിയിട്ടുണ്ടോ എന്നതിന് ഒരു പ്രൂഫും ഇല്ല. സോ എങ്ങനെയാണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഇതൊരു വാലിഡ് എവിഡൻസ് ആവുക? അതുകൊണ്ടാണ് മുംബൈയിലൊക്കെ സ്ട്രിക്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇനി ട്രാഫിക് പോലീസ് പേഴ്സണൽ ഫോണിൽ ഒഫൻഡേഴ്സിന്റെ ഫോട്ടോ എടുക്കണ്ടായിരുന്നു, അതിന് ലൈസൻസ് ആയിട്ടുള്ള ക്യാമറാസ് ഉണ്ടെന്ന് പറഞ്ഞു. ഹെൽമെറ്റ് ഇടാത്തതും സ്പീഡിൽ പോകുന്നതൊക്കെ തെറ്റാണ്. പക്ഷെ ഒരു തെറ്റില്ലാതാക്കേണ്ടത് മറ്റൊരു തെറ്റ് ചെയ്തിട്ടാണോ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഒരു ലെജിസ്ലേഷനും ഇല്ലാതെ MVD ഈ ചെയ്യുന്നതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ്? ഇനി ഇതൊരു സെൻട്രൽ റൂൾ അല്ലേ, ഇത് കേരളം ഒക്കെ ഫോളോ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ട് പിന്നെ എന്തിനാണ് ഈ കേസിൽ 167A കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ എഫിഷ്യന്റ് ആയി ഇംപ്ലിമെന്റ് ചെയ്യണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ലൈസൻസ്ഡ് ക്യാമറ യൂസ് ചെയ്യാൻ സുപ്രീം കോർട്ട് ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് നിയമത്തിൽ എന്തെങ്കിലും അമെന്റ്മെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ, റൂൾസിൽ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ടോ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും സർക്കുലർ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതുമില്ല.